പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതുപോലെ അധിനിവേശങ്ങൾക്കെതിരെ പോരാടണമെന്ന് RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ. സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ ഇന്ന് രാജ്യം വൈദേശിക ആക്രമണം നേരിടുന്നുവെന്നും ഇതിനെതിരെ ജാഗ്രത വേണമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ എളക്കുഴിയിലെ പഴശ്ശിരാജ സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഏളക്കുഴിയിലെ പഴശ്ശിരാജ സാംസ്കാരിക നിലയം RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ നാടിന് സമർപ്പിച്ചത്. സംഘപ്രവർത്തകരുടെ ത്യാഗം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിലെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും. കർത്തവ്യം മറക്കാതെയാണ് പ്രദേശത്തെ സ്വയം സേവകർ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നത്. ആ അർപ്പണത്തിന്റെ തെളിവാണ് ഈ സാംസ്കാരിക നിലയമെന്നും അദ്ദേഹം പറഞ്ഞു. വൈദേശിക അക്രമത്തെ കരുതിയിരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. जैसे हम सब जानते हैं, केरल वर्मा केरल सीमा पलसी राजा एक वैदेशिक राज्य के विरुद्ध आवाज उठाए संघर्ष किया 18वीं सदी में। तो इस क्षेत्र के लोगों को उन्होंने जागरूक किया, विदेशी आक्रामकता के विरुद्ध एक संघर्ष खड़ा किया। आज भारत के ऊपर कई प्रकार के विदेशी आक्रमण सांपत्तिक क्षेत्र में, आर्थिक क्षेत्र में, टेक्नोलॉजी से, वैचारिक दृष्टि से वो भी होते हैं। इसलिए समाज को इस दृष्टि से भी सशक्त सजग रखना चाहिए, जागरूक रखना चाहिए. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരള പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബലറാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി അനുഗ്രഹ ഭാഷണം നടത്തി. വിഭാഗ് സംഘചാലക് അഡ്വക്കേറ്റ് CK ശ്രീനിവാസൻ, ജില്ലാ സംഘചാലക് CP രാമചന്ദ്രൻ, ഗണ്ട് സംഘചാലക് M അശോകൻ തുടങ്ങിയവർ സന്നിഹിതരായി. പഴശ്ശിരാജ സാംസ്കാരിക സമിതി ചെയർമാൻ ബിജു ഏളക്കുഴി സ്വാഗതവും KP സജിത് നന്ദിയും പറഞ്ഞു. ജനം, കണ്ണൂർ.